പണം നൽകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഓർഡിനറി ഒഴിവാക്കണം. നിലപാട് വ്യക്തമാക്കി ഗതാഗത മന്ത്രി. UDF സർക്കാർ ആവിഷ്കരിച്ച പ്രിയദർശിനി സൗജന്യ യാത്രയെ സ്ത്രീകൾ ആവേശത്തോടെയാണ് വരവേറ്റതെന്നും ജൂൺ 16-ന് 11.80 ലക്ഷം സ്ത്രീകളാണ് KSRTC ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്തതെന്നും ഗതാഗത മന്ത്രി CP ജോൺ 2.46 കോടി രൂപയുടെ സീറോ ടിക്കറ്റാണ് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതി നടപ്പാക്കി 2ാം ദിനത്തിലെ കണക്കുകൾ പ്രകാരം ഓർഡിനറി സർവീസുകളിലെ മൊത്തം യാത്രക്കാർ 18,55,897 ആയിരുന്നു. ഇതിൽ 11,80,417 പേർ സ്ത്രീകളാണ്. സൗജന്യ യാത്രാ പദ്ധതി നിലവിലുണ്ടെങ്കിലും പണം നൽകി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നിലവിൽ അത്തരത്തിലൊരു സംവിധാനമില്ലെന്നും സൗജന്യ യാത്ര ആഗ്രഹിക്കാത്തവർ ഓർഡിനറി ബസ്സുകൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പണം നൽകാൻ സ്ത്രീ യാത്രക്കാർ ആഗ്രഹിച്ചാലും വാങ്ങാനാകില്ല. കണ്ടക്ടർക്ക് അതിനുള്ള അധികാരമില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ ലളിതമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾക്കായി സർക്കാർ പ്രഖ്യാപിച്ച യാത്രാ ആനുകൂല്യം അവർ പൂർണ്ണമായി അനുഭവിക്കട്ടെ. KSRTC ബസ്സിൽ കയറുമ്പോൾ ഒരു സ്ത്രീക്ക് പോലും താൻ പാവപ്പെട്ടവളാണെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഞാനൊരു സ്ത്രീയാണ്, ആ ഒരു പരിഗണന തന്നെ ഈ ആനുകൂല്യത്തിന് ധാരാളമാണ് എന്ന വിപ്ലവകരമായ നിലപാടിലാണ് സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. മാധ്യമങ്ങൾ ഈ പദ്ധതിക്ക് വലിയ പിന്തുണയാണ് നൽകിയത്. കോർപ്പറേഷന്റെ തിരിച്ചടവുകളിൽ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലെന്നും അതിനായി കൃത്യമായ ധനസമാഹരണ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ലാഭമുണ്ടാക്കാനായി ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കി അവയെ ഉയർന്ന നിരക്കുള്ള സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രതിപക്ഷ സംഘടനകളുടെ ആക്ഷേപവും മന്ത്രി തള്ളി. നിലവിൽ തിരുവനന്തപുരം നഗരത്തിൽ 384 സിറ്റി ഫാസ്റ്റ് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഇതിൽ ഒരൊറ്റ ഓർഡിനറി ബസ് പോലും സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റിയിട്ടില്ല. മറിച്ച് പൊഴിയൂർ, അഞ്ചുതെങ്ങ്, പാപ്പനംകോട്, വികാസ് ഭവൻ എന്നീ റൂട്ടുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിറ്റി ഫാസ്റ്റ് ബസ്സുകളെ സാധാരണക്കാരായ യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഓർഡിനറി ബസ്സുകളാക്കി മാറ്റുകയാണ് സർക്കാർ ചെയ്തതെന്നും മന്ത്രി CP ജോൺ വ്യക്തമാക്കി.